ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് മലയാലപ്പുഴ അമ്പലത്തിലോട്ടാണ്. അമ്പലത്തിൽ വന്ന് അവിടെ പൂജയ്ക്ക് എഴുതിയപ്പോഴാണ് അതിൻ്റെ പ്രസാദം 1 മണിക്ക് കിട്ടത്തുള്ളൂ എന്നറിയുന്നത്. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു മലക്ഷേത്രത്തിലോട്ടാണ് നമ്മളീ പോകുന്നത്. അപ്പം അതിലോട്ടുള്ള കാട്ട് വഴിയാണിത്. കാട്ട് വഴി എന്ന് പറയാൻ പറ്റത്തില്ല, റബ്ബർ എസ്റ്റേറ്റിൽ ചെറിയൊരു ഓഫ് റോഡെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇതെല്ലാം കടന്ന് നമ്മൾ വന്നെത്തിയിരിക്കുന്നത് വേണ്ട ഇവിടെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടും നടന്ന് കയറിപ്പോകണം. ചെറിയൊരു കുന്നുപോലെയാണ്. അപ്പം നടന്ന് കയറുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ലക്കിക്കുട്ടനാണ് ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തോട്ട് വരുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും അവൻ കാണിക്കുന്നുണ്ട്. സാധാരണ എല്ലായിടത്തും കിടന്ന് ഓടുന്ന പോലെ ഇവിടെ ഓടാൻ പറ്റത്തില്ല എന്നുള്ള മാത്രം. അതിന് ലക്കിക്കുട്ടൻ്റേതായിട്ടുള്ള ചെറിയ ഡയലോഗടിയും കാര്യങ്ങളൊക്കെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട മല കയറാൻ തുടങ്ങുകയാണ്. മലയല്ല, ചെറിയൊരു കുന്ന് കയറാൻ തുടങ്ങുകയാണ് ഗൈസ്. അപ്പം ഇതാണ് വഴി. വളരെ സൂക്ഷിച്ച് കണ്ടാണ്. മഴ പെയ്ത് നല്ല നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ വളരെ തെന്നലായിട്ടുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് നമ്മളെല്ലാവരും കയറിയത്. ലക്കിക്കുട്ടനെ വളരെ കെയർഫുള്ളായിട്ട് കയറി. പക്ഷേ അവനെ പിടിക്കുകയൊന്നും വേണ്ട, അവൻ തന്നെ ഓടി കയറണമെന്നുള്ള ഒരു രീതിയാണ് അവന്. എന്നാലും നമ്മൾ കഴിവതും കെയർ കൊടുത്ത് തന്നെയാണ് അവനെ കയറ്റിയത്. എന്നാലും എന്താണ്ട് ഇതൊക്കെ ഈ ഒരു സ്ഥലമൊക്കെ എത്തുമ്പോഴത്തേക്ക് വളരെ സൂക്ഷിച്ച് കയറേണ്ട ഒരു സാഹചര്യം വരും. നല്ല തെറ്റുകളുണ്ടായിരുന്നു ഇവിടെയൊക്കെ. ഇതേണ്ട ഇവിടെ ആ മോളിൽ കാണുന്ന ഭാഗത്താണ് ആ അമ്പലം ഉള്ളത്. അങ്ങനെ ഏകദേശം നമ്മൾ ആ കുന്ന് കയറി മുകളിലെത്തി. ഇതാണ് അമ്പല പരിസരം. അതുകൊണ്ട് ഇവിടെയാണ് ആ അമ്പലം ഉള്ളത് ഗൈസ്. അപ്പം നമ്മൾ ആ അമ്പലത്തിലോട്ട് നടന്ന് പോവുകയാണ് ഗൈസ്. അപ്പം ഇനി ഈ അമ്പലത്തിൻ്റെ അപ്പുറത്തോട്ട് നല്ല അടിപൊളി കാഴ്ചകളാണുള്ളത്. അപ്പം ഇതാണൊക്കെ ഒരു പാറപ്പുറമാണുള്ളത്. നല്ല രസമാണ് ഇവിടെ നിന്ന് താപ്പോട്ട് നോക്കാനൊക്കെ ആയിട്ട്. പക്ഷേ എന്താ പറയുക, നമുക്ക് മൊത്തം അങ്ങോട്ട് കയറി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ആകെപ്പാടെ ഈ കാണുന്ന കണക്ക് പായൽ കയറി കിടക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം നമ്മളൊന്ന് സ്പെൻഡ് ചെയ്തു. ഞാനും എപ്പോട്ട് കയറിയുള്ള അവരാരും അങ്ങോട്ട് കയറാൻ സമ്മതിച്ചില്ല. കൊച്ചിനെ കൊണ്ട് കയറുമ്പോൾ വീഴുമോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ അവരാരും കയറിയില്ല. കുറച്ച് നേരം അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നിന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ലക്കിക്കുട്ടൻ അവൻ വീഴാതിരിക്കാൻ വേണ്ടി പിടിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു വിധത്തിൽ പിടിച്ചിറങ്ങിയപ്പോൾ തന്നെ ലക്കിക്കുട്ടൻ ചെറുതായിട്ടൊന്ന് വീഴുകയും ചെയ്തു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബഹളമാണ് ലക്കിക്കുട്ടൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തന്നെ വീണ്ടും താഴോട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു എസ്റ്റേറ്റ് പോലെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ കൂടെ ഒന്ന് പോകണം. എന്താണെങ്കിലും ഉച്ചവരെ സമയമുണ്ട്. ഇപ്പം 11 മണി ആയിട്ടേ ഉള്ളൂ. നമ്മൾ ഇനി പോവുകയാണ്. ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു, അവരുടെ പുറകെ അവർ ഇറങ്ങി വരുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പം ഇവിടെ നിന്ന് ലക്കിക്കുട്ടൻ എന്നെ വിളിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ പതുക്കെ വന്ന് വണ്ടി കയറി ഇവിടെ വെയിറ്റ് ചെയ്യാണ്, അവർ വരട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം ഞാനും വിദ്യയും വണ്ടി വന്ന് അടുത്ത അമ്മയെ ലക്കിക്കുട്ടനെയും പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ലക്കിക്കുട്ടനെയും വന്ന് വണ്ടി കയറി. ഇനി നമ്മളടുത്ത് പോകുന്ന നേരത്തെ പറഞ്ഞ എസ്റ്റേറ്റിലോട്ടാണ്. അപ്പം എന്താണെങ്കിലും ആ കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ഈ കാടന്ന് ഇറങ്ങിക്കോട്ടെ ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം അതുവരേക്കും ബൈ ബൈ.